പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾ വനങ്ങളിൽ വേട്ടയാടുന്നവരെ തടയുന്നതിന് നിയമമുണ്ട്, ഫോറസ്റ്റ് ആക്ട് ഉണ്ട്, അതനുസരിച്ച് എന്ത് ചെയ്തതും കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ നിലപാട് സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന പോലെ ആകുന്നു. അപ്പോൾ അതെല്ലാം ഒരുപോലെ ആ രീതിയിൽ ചെയ്യേണ്ട നിയമത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ പലപ്പോഴും വനപാലകരുടെ ഭാഗത്തുണ്ടാകും, ഞാൻ നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നുണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പൊതുപ്രവർത്തകരിൽ പലരും ഇത് പറയാറുണ്ട്, അവർ ചെയ്യുന്ന തെറ്റുകളായിരിക്കാം, ഒരു നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കുന്നില്ല. ആ തെറ്റുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിയമം നമുക്കുള്ളത് കൊണ്ട് ഏത് രീതിയിലുമാകാം എന്ന് ചെയ്യുന്ന രീതിയാകും. വേട്ടയാടുന്നതിന് നിയമം കയ്യിലെടുക്കുമ്പോൾ അവർ വേട്ടയാടുകയും മറ്റ് കാടുകളിലേക്ക് അതിക്രമിച്ച് കയറുന്നവരൊക്കെ നിങ്ങൾ നിയമം വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ നിയമമുണ്ട്, നിയമത്തിനകത്ത് ചെയ്യണം. പക്ഷേ മനുഷ്യർ വീടുകളിൽ പോയി വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാകും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുക. പഴയ കാലത്തെ പോലെയല്ല, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ നോക്കി കാണുന്നവരാണ്. അപ്പോൾ നിങ്ങൾ വനപാലകർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംഘടന ആ ഒരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം. പഴയ കാലഘട്ടമല്ല, ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് വരും. നമുക്കറിയാം, ഏറ്റവും കൂടുതലായിട്ടുണ്ടായ റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതൊക്കെ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ചാൾസ് ലോകരാജിനെ കൊണ്ടുപോകുന്ന പോലെ ഒരു കലാകാരനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോവുക, 2 ദിവസം ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് ഇതൊക്കെ ആഘോഷമാക്കി മാറ്റുക, അതൊരു കലാകാരനല്ല. അപ്പോൾ ആ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. അപ്പോൾ ഏത് ഉദ്യോഗസ്ഥൻ്റെ മനസ്സിലും നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് തോന്നുന്നുണ്ടാകും. അദ്ദേഹം കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് കേസെടുക്കണം. പക്ഷെ ആ കേസെടുക്കുന്ന വരുന്നത് കഴുത്ത് തൂങ്ങിക്കിടക്കുന്ന പുലിപ്പല്ല് വെച്ച് ഇത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പോലും അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് 2 ദിവസം ഫോറസ്റ്റിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങി ആഘോഷമാക്കി കൊണ്ടു നടക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അപ്പോൾ ആ കാര്യങ്ങളിലും ഞാൻ അതിൻ്റെ മറ്റു തലങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ 100% നിങ്ങൾ ലഭിക്കണം. അതോടൊപ്പം തന്നെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ ശത്രുക്കളായി നിങ്ങൾ ഒരിക്കലും അവരെ കാണരുത്. നിങ്ങളിൽ നിന്നാണ് അവർ സഹായം ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ നിയോജനത്തിൽ 2-3 സ്ഥലങ്ങളിൽ പുലി ഇറങ്ങിയതും ആന ഇറങ്ങിയതുമായിട്ട് സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ എന്നോട് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നു, അവിടെ എല്ലാ സഹായവും ഉണ്ടായി, അവർ അകത്തോട്ട് പോയി. നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പൊതുപ്രവർത്തകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ ആ നല്ല അഭിപ്രായങ്ങൾ രൂപീകരിക്കാനും നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനും കഴിയണം. ഈ സംഘടന നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു.